അപ്പോൾ ഇന്നത്തെ വീഡിയോ മത്തിയും ചേമ്പും വെച്ചിട്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതീവ രുചിയിൽ അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള മത്തി കേട്ടോ. ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. പിന്നെ 2 ചേമ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. ഇനി ഇതും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ്. അത് ഇതേപോലെ വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട് ഒന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ചേമ്പൊക്കെ തൊലി കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ. പിന്നെ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇതേപോലെ നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 600 മില്ലി വെള്ളം ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നതിനും കൂടിയിട്ട് ചിലരൊന്നും ലൈക്ക് പോലും തരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കെങ്കിലും തരും കേട്ടോ. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചേമ്പ് വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസമുണ്ട് കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് നന്നായിട്ട് ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച വാളംപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ വെള്ളമാണ്, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പുളി പാർന്ന വെള്ളമാണല്ലോ, അതൊന്ന് തിളച്ച് വരാണ്ട് എന്നിട്ട് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നല്ലൊരു കൊഴുപ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. കറി കണ്ടല്ലോ, ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആവണം കേട്ടോ. പിന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇളക്കി മിക്സ് ചെയ്യരുതേ, അപ്പോൾ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അധികം തവിയൊന്നിട്ട് ഇളക്കാതെ ഇതേപോലെ ഒന്നങ്ങോട്ട് ചുഴറ്റി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ചുഴറ്റിയിട്ട് എടുക്കുക. കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കിയാൽ ഇത് ഉടഞ്ഞു പോവും. ഇനി ഇത് നമുക്കൊന്ന് വാങ്ങി വെക്കാം. പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു 5ഓളം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10ഓളം ചെറിയുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്താണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഒന്ന് നടു പൊട്ടിച്ചെടുത്താണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കുക. ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ കറിയിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല സ്മെല്ലാട്ടോ അപ്പോൾ തന്നെ. ഇനി മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ തേങ്ങ അരച്ച പോലെയുള്ള നല്ല കുറുകിയൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചേമ്പിൻ്റെ ഒക്കെ കൊഴുപ്പോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മീൻ കറി. ഇതിൻ്റെ പ്രത്യേകത ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും കേട്ടോ. ഞാൻ തന്നെ നല്ല രുചിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി മത്തി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. 2 ചേമ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താലേ സൂപ്പറാവും കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ കേമായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.